ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ ഗുഡ് മോർണിംഗ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഈശോട്ടനും ഞാനും രാവിലെ എഴുന്നേറ്റും നോക്കുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ഇത് കണ്ടോ? ഇതാണിപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ. അയ്യോ, ഒന്നും പറയണ്ട. ജലദോഷമുണ്ട്, തൊണ്ടവേദനയുണ്ട്, ചെറിയ പനിയുണ്ട്, എല്ലാം സഹിക്കാം. ഈ ജോയിൻറ്റ് പെയിൻ ഉണ്ടല്ലോ, എൻ്റെ അമ്മോ, സഹിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഈ ഭംഗിയുള്ള അത്രയ്ക്കൊരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോ തട്ടിയും മുട്ടിയുള്ള അസുഖങ്ങളാണ്. നമ്മുടെ ഇഷൂട്ടിനും ഇതാ നല്ല കുറുകുറുപ്പാണ്. മൂക്കടപ്പാണെങ്കിൽ 5 മിനിറ്റ് മൂക്കടയ്ക്കും, 10 മിനിറ്റ് ആകുമ്പോൾ മര്യാദയ്ക്ക് ശ്വാസം വലിക്കും. അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട് കേട്ടോ. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഡോക്ടർമാർ പറഞ്ഞ് നെബുലൈസേഷൻ ചെയ്താൽ മതി എന്നാ. അങ്ങനെ എന്നും ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ അവനെ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അമ്മ അവനോട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നെബുലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആൾ പിടയ്ക്കുന്നൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ആളിങ്ങനെ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആസ് യൂഷ്വൽ ഇതാ അപ്പ വന്നു. അപ്പയും മോനും തമ്മിലുള്ള സംസാരം കാണേ. ഇപ്പം ഈ അടുത്തായിട്ടേ ഈഷൂട്ടിന് ഈ ഒരു തൊപ്പി മാത്രമേ ഇഷ്ടമുള്ളൂ. ബാക്കി എല്ലാ തൊപ്പികളും ഇങ്ങനെ അവനെന്താ കണ്ണിലേക്ക് വലിച്ചിടും. ഈ ഒരു തൊപ്പി ഇടുമ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഇതവന് ചെറുതായി, എന്നാലും ഇപ്പോൾ ഈ തൊപ്പി ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പയും മോനും കൂടെ ഉള്ള ഇങ്ങനെ സംസാരം ഇങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണല്ലോ. എന്തായാലും ഞാൻ ക്യാപ്ചറും ചെയ്യും. അപ്പോൾ അതും കേട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇച്ചിരി അടുത്ത് എത്തുമ്പോൾ ആൾ നല്ലോണം സംസാരിക്കും, കൈയും കാലൊക്കെ ഇട്ട് നല്ലോണം ഇളക്കും, അങ്ങനെയൊക്കെയാണ്. എൻ്റെ അടുത്ത് എത്തുമ്പോൾ ആൾ ഇതൊക്കെ ചെയ്യുമെങ്കിലും ആൾക്കൊരു കുഞ്ഞു വാശിയും എന്താ പറയുക, ഒരു കിണുങ്ങൾ കുറച്ച് കൂടും. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ കേട്ടോ പറയും. ഈ ഒരു കുഞ്ഞിങ്ങനെ മക്കളിങ്ങനെ കൊഞ്ചി കൊഞ്ചി ഒരു കുഞ്ഞു വാശിയോടെ അമ്മമാരുടെ അടുത്തേക്ക് ഇങ്ങനെ പറ്റി പറ്റി വരുന്ന ഒരു സംഭവത്തിനാണ് ഞങ്ങൾ കിണുങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ എൻ്റെ അടുത്ത് വരുമ്പോൾ. അവൻ അപ്പം തന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ അവൻ്റെ പ്രധാനപ്പെട്ട എന്താണെന്ന് പറയുക, അവന് വേണ്ടത് ഞാൻ അവനെ എടുക്കണം. എടുത്ത് അവൻ്റെ ഒരു പാട്ടില്ലേ, അമ്മയുടെ കുഞ്ഞല്ലേ എന്നുള്ള ആ പാട്ട് അവന് പാടി അവനിങ്ങനെ നോക്കി എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ഇപ്പോൾ നിൽക്കും. ഇപ്പോൾ ആണ് 3 മാസമൊക്കെ ആയല്ലോ. അപ്പം ഐ കോണ്ടാക്റ്റ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡെവലപ്പായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇച്ചയോട് സംസാരിക്കുമ്പോൾ തന്നെ നോക്ക്, അവൻ കണ്ണിലേക്ക് നോക്കി ഇച്ച പറയുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കാ കൂതുള്ള സൗണ്ടൊക്കെ എന്താ പറയുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചനെ തൊടാനൊക്കെ കേട്ടോ നോക്കുന്നത്. അപ്പം ഇങ്ങനെ ഇച്ചയാണെങ്കിൽ അതിനനുസരിച്ച് എന്നോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല ക്വാളിറ്റി ടൈം കഴിഞ്ഞു. അപ്പോൾ ഉണ്ട് അമ്മ പിന്നെ അവൻ എടുത്തു കേട്ടോ. അപ്പോൾ ഉണ്ട് ഇതാ കിടക്കുന്നു. ആദ്യമായിട്ട് ഇതാ നമ്മുടെ ഇഷൂട്ടൻ ചെറിയ രീതിയിലെങ്കിലും ഇതാ അവൻ്റെ സ്വന്തം കഴുത്ത് ഉയർത്തി നിൽക്കുക കേട്ടോ. ആളിങ്ങനെ ഉയർത്തിയപ്പോൾ എല്ലാം ഇങ്ങനെ ഒരുമാതിരി ഭയങ്കര അതിശയത്തോടെ നോക്കുകയാണേ. അമ്മ ഇത് 2-3 പ്രാവശ്യം കണ്ടു, പക്ഷെ ഞങ്ങളിത് കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ഇതാ ഇങ്ങനെ അവനെ എടുത്തു കഴിയുമ്പോഴേ അവൻ കഴുത്ത് ഉയർത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അമ്മോ, ഇത് ഞങ്ങൾ കുറച്ചും കൂടി സൈഡിലേക്ക് മാറിയേ. അപ്പോൾ ഉണ്ട് ആൾ ആ സൈഡിലേക്ക് നമ്മളെ സൗണ്ട് കേൾക്കുന്നിടത്തേക്ക് നോക്കുക കേട്ടോ. വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. കുറേ നേരം അത് തന്നെ നോക്കി. പിന്നെ ആൾക്ക് വലിയ കൺട്രോളൊന്നും ആവാത്തതുകൊണ്ട് അധികം നേരമൊന്നും അങ്ങനെ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഈശോട്ടിനെ ഇതാ ഈ ഒരു മകുടം തൊപ്പിയൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ കിടത്തുക കേട്ടോ. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ടച്ചായി തോന്നിയത് അവൻ എന്നെ ഇങ്ങനെ പിടിച്ചപ്പോഴാട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷവും എന്താ പറയുക, ഒരു പ്രത്യേക ബീയിങ് മോം എന്ന ഒരു ഫീലിംഗ് വല്ലാണ്ട് വരുന്ന പോലെ. വേറൊന്നുമല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഞാൻ അവനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ സിസ്റ്റർ അവൻ്റെ എന്താ പറയുക കുഞ്ഞി കൈയാണ് എൻ്റെ കവിളിൽ ആദ്യം വെച്ച് തന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ആ ഒരു മൊമെൻറ്റ്. പിന്നെ ഇതാ നമ്മുടെ ഈശോട്ടിനെ കാണാൻ വേണ്ടി ഈശോട്ടിൻ്റെ ഫ്രണ്ട് വന്നു കേട്ടോ. നമ്മുടെ അപ്പുറത്തെ ക്വാർട്ടറിലുള്ള ആളാണ്. ഇവർ തമ്മിൽ ആകെ 14 ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈശോട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഈ വാവയുടെ പേര് ഹിമ്മത്ത് എന്നാണ് കേട്ടോ. ഹിമ്മത്ത് സിംഗ്. ഹിമ്മത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ധൈര്യം. അപ്പോൾ ഹിമ്മത്ത് സിംഗ് നമ്മുടെ ഈശോട്ടിനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണ് ഈശോട്ടിൻ്റെ, അല്ലെങ്കിൽ ഈ വാവയാണ് ഈശോട്ടിൻ്റെ ആദ്യത്തെ ഒരു ഒഫീഷ്യൽ ഫ്രണ്ട് എന്ന് പറയുന്നത്. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ആളിവിടെ ക്വാർട്ടറിലേക്ക് വരും. പിന്നെ ഇവർ തമ്മിൽ കളിയും ചിരിയൊക്കെയായി അങ്ങ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാനും ഇഷോട്ടിനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അപ്പയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് നിൽക്കുന്നതാണ്. ഇഷോട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇഷോട്ടിനെയും കൊണ്ട് അമ്മ ഇതാ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആളുണ്ട് നല്ല ചിരിയും കളിയൊക്കെ. ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ ഇന്ന് ഇഷോട്ടിന് 3 മാസം തികയുന്ന ദിവസമാണ്. എന്താ അല്ലേ,
90 ദിവസം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വേഗം പോയ പോലെ എനിക്ക് തോന്നുക. എനിക്ക് ഇപ്പോഴേ ഇവനെ മിസ് ചെയ്യാണ്. ലൈക്ക് 3 മാസം ആയപ്പോൾ തന്നെ ആ കുഞ്ഞു ഇഷുമോനെ എനിക്ക് മിസ് ചെയ്യാണ്. വെറുതെ അല്ല അമ്മമാർ പറയുന്നത്. മക്കൾ വളരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ മിസ് ചെയ്യും. പെട്ടെന്ന് വളരണ്ടാന്നൊക്കെ തോന്നുന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ഇഷൂട്ടിൻ്റെ 3 മാസത്തെ ബർത്ത്ഡേ അല്ലേ 90-ാം നാൾ. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷനാണ്. ഒന്നുമില്ല, ഒരു ചെറിയ കേക്ക്, പിന്നെ അതുപോലെ തന്നെ 2, 3 ബ്രൗണീസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് എന്താ പറയുക, മെഴുകുതിരി ഊതാം, അല്ലെങ്കിൽ ഉമ്മ വെക്കാം ഇഷുവിനെ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും നല്ലൊരു ഹാപ്പി